നമ്മുടെ അഷ്ടമസ്കന്ധത്തിലേക്ക് കടന്നു. ഇവിടെയാണ് മന്വന്തരങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നത്. 14 മന്വന്തരങ്ങളാണ്. ആ ഓരോ മന്വന്തരങ്ങളിലും ഒരു മനുവിന്റെ കാലഘട്ടമാണ് ഒരു മന്വന്തരം. അങ്ങനെ സ്വയംഭുവ മന്വന്തരം, സ്വാരോജിഷ മന്വന്തരം, ഉത്തമ മന്വന്തരം, താമസ മന്വന്തരം, ദൈവത മന്വന്തരം തുടങ്ങിയിട്ടുള്ള ഓരോ മന്വന്തരങ്ങള്. ഈ മന്വന്തരങ്ങളിലുള്ള വിശേഷങ്ങൾ പറയുന്ന സമയത്താണ് ഈ ചുരുക്കിയിട്ട് പറഞ്ഞു, ഒരു കാട്ടുമൃഗത്തെ, ഒരു ആനയെ, കാട്ടാനയെ എന്ന് പറയാം നമുക്ക്, കാട്ടാനയെ മുതലയുടെ പിടിയിൽപ്പെട്ട് സരസിൽ ഇങ്ങനെ ആഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ഹരി എന്നുള്ള ഒരു അവതാരം സ്വീകരിച്ചിട്ട്, ആ ഹരിയാണ് നമ്മൾ ചക്രപാണി എന്ന് പറയുന്നത്. ഒരു കാട്ടുമൃഗത്തെ രക്ഷിക്കാൻ അവതാരം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ കാരുണ്യം എത്ര വലുതാണെന്ന് നോക്കൂ. ചരാചരാത്മാവാണ് ഭഗവാൻ. എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ഭഗവാന് എല്ലാവരെയും രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം അത് ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഭഗവാൻ ഏത് വിഭാഗക്കാരാണെന്ന് നോക്കാറില്ല. നമ്മൾ ഹൃദയത്തിൽ ഭക്തിയോട് കൂടിയിട്ട് ആശ്രയിക്കുന്നുണ്ടെങ്കിൽ കാട്ടുമൃഗത്തെയും രക്ഷിക്കും, അസുരനെയും രക്ഷിക്കുമെന്ന് കാണിച്ചു തരികയാണ് ഈ കഥാഭാഗത്തിലൂടെ. അങ്ങനെയാണ് ഗജേന്ദ്രമോക്ഷം എന്ന കഥാഭാഗം വിസ്തരിച്ച് വർണ്ണിക്കാനിട വന്നത്. അതായത് ത്രികൂടത്തിന്റെ മധ്യത്തില്, ക്ഷീരസമുദ്രത്തിന്റെ മധ്യത്തിൽ ത്രികൂടം എന്ന ഒരു പർവ്വതം, അതിന് 3 ശൃംഗങ്ങള്, അതിന്റെ ഏതാണ്ട് മധ്യത്തിൽ താഴോട്ടായിട്ടുള്ള കാടുകളില് പല ജീവജാലങ്ങളും ധാരാളം താമസിച്ചിരുന്നു. വരുണൻ, സമുദ്രനാഥനായ വരുണൻ ഒരു പൂന്തോട്ടുണ്ടായിരുന്നു ഇവിടെ, ഋതുമത്ത് എന്ന് പേരായിട്ട്. ഇവിടെ അനേകം മനോഹരങ്ങളായ വൃക്ഷങ്ങള്, വള്ളികള്, അതുപോലെ ഔഷധ ചെടികള്, ദേവദാരു, ചന്ദനം, ഇങ്ങനെയൊക്കെ കൊണ്ട്, രുദ്രാക്ഷം, ഇതൊക്കെ കൊണ്ട് നിറഞ്ഞ അതിമനോഹരമായ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ മഹത്വമാണ് ആദ്യം വർണ്ണിച്ചത്. അങ്ങനെയുള്ള പ്രദേശത്ത് ഒരു കാട്ടില് ഒരു ആന സമൂഹം താമസിച്ചിരുന്നു എന്ന് പറയുന്നു. ആനകള് കൂട്ടായിട്ടാണ് താമസിക്കുക എപ്പോഴും, അല്ലെ? പിടിയാനകൾ ഉണ്ടാവും, കുട്ടികളുണ്ടാവും, സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ആയിട്ട് ഒരു കൂട്ടമായിട്ടാണ് താമസിക്കുക. ആനക്കൂട്ടങ്ങൾ എന്നല്ലേ പറയാറ് നമ്മള്, ആനസമൂഹം. അങ്ങനെ ഒരു ആനസമൂഹം താമസിച്ചിരുന്നു എന്ന് പറയുന്നു. ഇനി ഈ ആനസമൂഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഓരോ സമൂഹത്തിനും ഒരു നേതാവ് ഉണ്ടാവും. ഈ ഇന്ദ്രൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഭാഷയിൽ നേതാവ് എന്നാണ് അർത്ഥം. ആ കാട്ടില് ഈ ആനസമൂഹം താമസിക്കുന്ന സമയത്ത് ഈ ആനസമൂഹത്തെ മുഴുവൻ നയിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു കൊമ്പനാന ഉണ്ടായിരുന്നു. ഒരു കൊമ്പൻ എന്ന് പറഞ്ഞാൽ ഒറ്റ കൊമ്പൻ എന്നല്ല അർത്ഥം, ഒരു സാധാരണ കൊമ്പനാന. പക്ഷെ ഈ ആനയുടെ പ്രത്യേകത 1000 ആനകളുടെ ബലമുള്ള ആനയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും യോഗ്യത. ആ ആനയ്ക്ക് നമുക്കൊരു പേര് കൊടുക്കണം, ഗജേന്ദ്രൻ. അങ്ങനെയാണ് പേര് വന്നത്. ഇന്ദ്രൻ, ഗജേന്ദ്രൻ എന്ന് പറയുന്നത് അതാണ്. ഗജേന്ദ്രൻ എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ? ഇപ്പൊ എന്താണ്? ആനകളുടെ ഇന്ദ്രൻ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ ആ ഗജേന്ദ്രന് പേര് വിളിച്ചതൊന്നുമല്ല. പക്ഷെ ഈ ഗജേന്ദ്രന്റെ പ്രത്യേകത 10,000 ആനകളുടെ ബലമുള്ളത് കൊണ്ട് തന്നെ ഗജേന്ദ്രൻ അതികേമനാണ്. അതികേമൻ എന്ന് പറഞ്ഞാല് ഈ കാട്ടില് ഒരുപാട് ജീവജാലങ്ങളുണ്ടെന്ന് നമുക്കറിയാലോ, അല്ലേ? മാനും മുയലും മറ്റുള്ളതൊന്നും മാത്രമല്ല, എന്താണ്, ക്രൂര ജന്തുക്കൾ കാട്ടിലുണ്ടാവും. അതിൽ ഏറ്റവും കേമനാണ് സിംഹം. അതുകൊണ്ട് സിംഹത്തിനെ കാട്ടിലെ രാജാവായിട്ടാണ് പറയാ, വനരാജൻ എന്നാണ് പറയാ. അതൊക്കെ ഒന്ന് ഓർമ്മിച്ചാൽ മതി. പക്ഷേ ഈ സിംഹത്തിന് പോലും ഒരു പ്രത്യേകതയുണ്ട്. ഭഗവാന്റെ ശക്തിയുള്ള എന്തോ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് ഗജേന്ദ്രൻ. അതുകൊണ്ട് ഈ ഗജേന്ദ്രനെ കണ്ടാൽ സിംഹം പോലും പേടിച്ചൊളിക്കുന്നതാണ്. സാധാരണ സിംഹം പരമാധികാരിയാണ്, അത്ര കേമനാണ്, അത്രയും തലയെടുപ്പുണ്ട് ആർക്ക്? ഈ ഗജേന്ദ്രൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഗജേന്ദ്രൻ കൂട്ടുകാരോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും കൂടി കഴിഞ്ഞുകൂടുന്ന ഒരു വിശേഷം, അതാണ് ഈ കാട്ടിലെ വിശേഷം. ഇത്രയാണ് കഥയുടെ പശ്ചാത്തലം. ഇനിയാണ് കഥ നടക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മൾ ചുരുക്കിയിട്ടാണെങ്കിലും അതിന്റെ ഭാവം ഒന്ന് ഉള്ളിൽ എത്തേണ്ടത് കൊണ്ട് വിസ്തരിക്കുന്നു കുറച്ചെങ്കിലും. അതായത് ഈ ഗജേന്ദ്രന്റെ ഒപ്പം തന്നെയാണ് മറ്റുള്ളവരൊക്കെ ഉണ്ടാവുക. പിടിയാനകളും കുട്ടികളും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ. എന്താ കാരണം എന്നറിയോ? പനമ്പട്ട വേണം തിന്നണമെങ്കിൽ, എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഗജേന്ദ്രനെ വിളിച്ചാൽ മതിയല്ലോ. നമുക്ക് ആഹാരം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മൾ നിൽക്കില്ലേ? നിൽക്കുമല്ലോ, നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോ ആഹാരമുണ്ട്, സുരക്ഷിതത്വവും ഉണ്ട്. ഈ ഗജേന്ദ്രൻ ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരു മൃഗത്തെയും കാട്ടിൽ പേടിക്കും വേണ്ട. അതുകൊണ്ട് ഈ കുട്ടികളും പിടിയാനകളും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ സുരക്ഷിതരായിട്ട് കഴിഞ്ഞുകൂടും. അങ്ങനെ ഈ ആനക്കൂട്ടം എങ്ങനെ കഴിയുന്ന അറിയോ?
തിമിർത്ത് കഴിയുകയാണ്. ഗജേന്ദ്രന്റെ ഭാവം എന്താണെന്നറിയോ? എന്നെ ഈ കാട്ടില് ഒരു ജീവിക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, നമ്മളൊക്കെ ഭാവിക്കുന്ന പോലുള്ള ഒരു അഹംഭാവമായിരുന്നു ഗജേന്ദ്രനുണ്ടായത്. തലയെടുപ്പ് മാത്രമല്ല, അങ്ങനെ അഹംഭാവത്തോടു കൂടിയിട്ട് ഗജേന്ദ്രൻ ആ കാട്ടില് തിമിർത്ത് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന അവസരത്തില് ഒരിക്കല് ഒരു സംഭവം ഉണ്ടായി. അതായത് ധാരാളം പനമ്പട്ടകളൊക്കെ കഴിച്ചു, വിശപ്പൊക്കെ മാറി, നല്ല ഉച്ച സമയം, ചൂടിങ്ങനെ വന്നു, വിശപ്പൊക്കെ മാറി. പിന്നെന്താ ഉണ്ടാവുക? ദാഹം ഉണ്ടാവില്ലേ? അങ്ങനെ ദാഹമുള്ള സമയത്ത് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ശരീരത്തെയൊക്കെ ഒന്ന് തണുപ്പിക്കണം. എന്താ ചെയ്യാ എന്ന് ചോദിച്ചപ്പോ ഗജേന്ദ്രൻ പറഞ്ഞു, നമുക്ക് ഇന്നൊരു വലിയ താമര പൊയ്കയിലേക്ക് പോകാം, ഓരോ ദിവസവും ഓരോ പൊയ്കയിലേക്ക് പോകാം, അപ്പൊ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടാന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഗജേന്ദ്രൻ കൂട്ടുകാരോടുകൂടി, പിടിയാനുകളോടുകൂടി, കുട്ടികളോട് കൂടിയിട്ട് അങ്ങനെ ആ താഴ്വാരത്തിലേക്ക് എത്തുന്നു. അങ്ങനെ താഴ്വാരത്തിലെത്തിയ സമയത്ത് അവിടെ മനോഹരമായ ഒരു താമരപ്പൊയ്ക കണ്ടു. വളരെ വിസ്തൃതമായ താമരപ്പൊയ്കയാണ്, ധാരാളം താമരമുട്ടുകളും താമരകളും ഉണ്ട്. ഈ താമരകൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എന്താണ്? ചേറ് ധാരാളം ഉണ്ടാവും. ചെളി ഇല്ലേ, അങ്ങനല്ലേ പറയാം? ആ ചേറ് ധാരാളം ഉണ്ടാവും. പങ്കെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, മനസ്സിലാവും ഇല്ല, അതുകൊണ്ടാണ് ചേറ് ചെളി എന്നൊക്കെ പറഞ്ഞത്. ശരിക്കും പങ്കെന്ന് പറയും. പങ്കെന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ്, പങ്കത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ് പങ്കജം എന്നുള്ള പേര് വന്നത്. അപ്പൊ താമരയുടെ പര്യായമൊക്കെ അങ്ങനെയാണ്. ഏതായാലും ഇത്രയും യോഗ്യത നിറഞ്ഞിരിക്കുന്ന ഈ ഗജേന്ദ്രൻ ഈ താമരപ്പൊയ്കയുടെ അരികിൽ ഇങ്ങനെ വന്നിങ്ങനെ നിന്നു. എന്നിട്ട് എല്ലാവരും നോക്കുകയാണ്, വിസ്തൃതമായ താമരപ്പൊയ്കയാണ്. ഇത് നമുക്ക് ഇതിൽ ഇറങ്ങാം, വെള്ളം കുടിക്കാം, കുളിക്കാം, കോരി തേവി അങ്ങനെ തിമിർത്ത് ഇങ്ങനെ കഴിയാട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അപ്പോ ഓരോരുത്തര് ഈ പരിചയമില്ലാത്ത ആനകളൊക്കെ ചാടി ഇറങ്ങാൻ നോക്കുമ്പോൾ ഗജേന്ദ്രൻ പറഞ്ഞു, ഇറങ്ങരുത്, പരിചയമില്ലാത്ത പൊയ്കയാണ്, ഞാൻ ആദ്യം ഇറങ്ങാന്ന് പറഞ്ഞു. ഗജേന്ദ്രൻ ആദ്യം കൊണ്ട് താഴോട്ട് ഇറങ്ങി ആ അരികില് കാലിങ്ങനെ വെച്ചു കൊടുത്തു. എല്ലാവരും ഇറക്കിട്ടോ, ഇറക്കി. പിന്നെ വെള്ളം കുടിച്ചു, വെള്ളം തുമ്പിക്കൈയിൽ കോരി അങ്ങോട്ടും ഇങ്ങോട്ടും തേവി തിമിർത്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടി കുറെ സമയം. എന്നാ പറയുന്നത്, വെള്ളത്തിൽ ഇങ്ങനെ കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ തണുപ്പൊക്കെ വന്നു, വെള്ളം കുടിച്ചു, ദാഹം തീർന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോ നമുക്ക് കയറാന്ന് പറഞ്ഞു. കയറാന്ന് പറയുമ്പോൾ ഈ എന്താണ്, ഞാൻ ആദ്യം കയറി ഇങ്ങോട്ട് പോവാം, പിന്നെ അല്ലെ നിങ്ങളൊക്കെ വന്നോളൂ എന്നല്ല പറയാ. ഇത് ഗജേന്ദ്രൻ ഒരു പ്രത്യേക നേതാവാണ്. എന്നുള്ള നേതാക്കന്മാരാണ് അങ്ങനെയല്ല ചെയ്യുക. അവരെന്താ വെച്ചാൽ ഈ ആനകളൊക്കെ ആദ്യം ഇറക്കും, ചെളിയല്ലേ, ആഴമുള്ള സ്ഥലമല്ലേ വിചാരിച്ചിട്ട് അദ്ദേഹം പിന്നെ ഇറങ്ങൂല അല്ലെ. ഇതല്ല, ഗജേന്ദ്രൻ ആദ്യം ഇറങ്ങി, അപകടം പറ്റുന്നത് എനിക്ക് തന്നെ പറ്റട്ടെ, നിങ്ങൾ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അതുപോലെ കയറി പോകുമ്പോൾ നിങ്ങളൊക്കെ കയറ്റിയിട്ടേ ഞാൻ കയറുള്ളൂ എന്ന് പറഞ്ഞു. ഉത്തമ നേതാവിന്റെ ഗുണം കാണിച്ചു എന്നാണ്. അങ്ങനെ എല്ലാവർക്കും ആ കാലിലൊക്കെ ചവിട്ടി കയറിക്കോളൂ എന്ന് പറഞ്ഞു. എല്ലാവരെയും കരയിൽ കയറ്റി അവസാനം താൻ കയറാൻ നോക്കുമ്പോഴേക്കും എന്തായെന്നറിയോ, കാല് വലിച്ചിട്ട് കിട്ടുന്നില്ല, ചേറിൽ നിന്ന്, ചെളിയിൽ നിന്ന്. എന്ത് പറ്റി? ഒരു അട്ട കടിച്ചു എന്നാ വിചാരിച്ചു. ഒന്ന് കൊടഞ്ഞൊക്കെ നോക്കി, പറ്റുന്നില്ല. ഗജേന്ദ്രൻ കയറാതിരിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ചോദിച്ചു, എന്താ ഗജേന്ദ്ര കയറാത്തത്, എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, പറയാൻ മടി ഉണ്ടാവുമല്ലോ, അഭിമാനം വിടില്ലല്ലോ, ഒന്നും പറ്റിയില്ല, ഞാൻ കയറിക്കോളാന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും നോക്കി, പറ്റുന്നില്ല. പിന്നീട് കാല് കൊടയുമ്പോഴും മനസ്സിലായി തന്റെ കാലില് ഒരു ഭീമാകാരനായ മുതലയാണ് പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ കോർത്ത് പിടിക്കും മുതല, പിന്നെ അത്രയും ഭാഗം കണ്ട് കിട്ടിയാലേ വിടുള്ളൂ. പക്ഷേ ഈ മുതലക്ക് വെള്ളത്തിൽ ശക്തി കൂടും, ആനയ്ക്ക് വെള്ളത്തിൽ ശക്തി കുറയും. ഒന്ന്. രണ്ട്, ആനയുടെ രക്തം ഇങ്ങനെ വാർന്നൊഴുകുമ്പോൾ ശക്തി വീണ്ടും കുറയുന്നു. മുതലക്ക് രക്തം കുടിച്ച് വീണ്ടും ശക്തി കൂടുന്നു. ആരാണ് ശക്തിമാൻ? മുതലയാണ്. മുതല പിടിച്ച് വെള്ളത്തിലേക്ക് ഈ ആനയെ മുക്കാൻ വിചാരിക്കുകയാണ്. അങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഈ ആന എന്ത് ചെയ്യുന്നു അറിയോ, എങ്ങനെയെങ്കിലും കരയിലേക്ക് കയറാനായിട്ട് ഇങ്ങോട്ട് പിടിച്ചു വലിക്കുകയാണ്. പിൻകാലിലാണ് കടിച്ചത്, പിടിച്ചിങ്ങോട്ട് വലിക്കുകയാണ്. സാധിക്കുന്നില്ല. പക്ഷെ പ്രഭാവമുണ്ട് ഇദ്ദേഹത്തിന്, അത് മനസ്സിലാക്കാനാ പറഞ്ഞത്. കമ്പവലി പോലെ എന്നാ പറഞ്ഞത്, അങ്ങോട്ടും വിടുന്നില്ല ഇങ്ങോട്ടും വിടുന്നില്ല. പക്ഷെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗജേന്ദ്രൻ നിവർത്തിയില്ലാതെ പറഞ്ഞു, എന്റെ കാലിൽ എന്തോ ഒന്ന് പിടിച്ചിട്ടുണ്ട്, ഒന്ന് സഹായിച്ചോളൂ എന്ന് പറഞ്ഞു തുമ്പിക്കൈ നീട്ടിക്കൊടുത്തു. ആ സുഹൃത്തുക്കളൊക്കെ പിടിച്ചു വലിച്ചു, ബന്ധുക്കൾ വലിച്ചു നോക്കി, പിടിയാനുകൾ വലിച്ചു, കുട്ടികൾ വലിച്ചു, എല്ലാവരും വലിച്ചിട്ടും ഗജേന്ദ്രനെ പൊക്കാൻ പറ്റുന്നില്ല. ഗജേന്ദ്രന്റെ കഴുത്ത് വരെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നു പോകുന്നു. ആ കഴുത്തിന് മുൾപ്പെട്ടു ഉള്ളു കേട്ടോ. തുമ്പിക്കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെന്നല്ലാതെ ഗജേന്ദ്രൻ തളർന്നു, പരവശനായി, ശേഷികൾ മുഴുവനും നഷ്ടപ്പെട്ടു. എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു. ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ടു, കേമത്വം നഷ്ടപ്പെട്ടു, മനസ്സിന്റെ വിചാരം നഷ്ടപ്പെട്ടു. ഏതായിരുന്നു? എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയില്ലേ? ഇതൊക്കെ അങ്ങോട്ട് മാറിയ സമയത്ത് ഗജേന്ദ്രന്റെ ചിന്ത തന്നെ മാറുകയാണ്. എനിക്ക് രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്ന്
അന്വേഷിക്കുന്നു. ഇപ്പോഴെന്തായിന്നല്ലേ, ഈ കണ്ണടച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന ഗജേന്ദ്രൻ യുദ്ധ്യന്തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ തുൽപതൈകാഗ്രസിദ്ധി അക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്ത്വം. ഇങ്ങനെ പിടിപിലിയായിട്ട് കഴിഞ്ഞുകൂടുന്ന സമയം, ഇനി രക്ഷയില്ല എന്ന് തോന്നുന്ന സമയത്ത്, തീരത്തേക്ക് നോക്കുന്ന സമയത്ത് എന്താണെന്നറിയോ? ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല, പിടിയാനകളില്ല, കുട്ടികളില്ല, എല്ലാവരും പോയി. എന്തുകൊണ്ടാ പോയത്? ഇനി ഗജേന്ദ്രൻ തിരിച്ചു വന്നിട്ട് നമുക്ക് പനമ്പട്ട തരലുണ്ടാവില്ല, ഇദ്ദേഹത്തെ കൊണ്ട് വലിയ കാര്യമില്ല തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കും ആളുകൾ ഉണ്ടാവോ? ലോകത്തിൽ ചിന്തിക്കൂ. ഗജേന്ദ്രൻ ഒരു കാട്ടുമൃഗത്തിന്റെ കഥയല്ല ഇത്. നമ്മൾ ഓരോരുത്തരും ഇത്തരത്തില് ഗജേന്ദ്രന്മാരാകുന്ന ഒരവസ്ഥയുണ്ട് എന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മനസ്സിലായോ? ഗജേന്ദ്രന്റെ ഭാവമൊക്കെ മാറി, എല്ലാവരും പോയി, ബന്ധുക്കളും സുഹൃത്തുക്കളും. ഇവരൊന്നും എല്ലായ്പ്പോഴും ഉണ്ടാവില്ല കേട്ടോ. സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തേ പരാ ശരത്തിങ്കൽ അവ ഒന്നുപോലും. മാവില് ധാരാളം മാങ്ങയൊക്കെ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? കണ്ണാരക്കണ്ണനും പക്ഷികളും താഴെ പട്ടികളും കുട്ടികളൊക്കെ ആയിട്ട് സജീവമായിരിക്കും. മാങ്ങ കഴിഞ്ഞാലോ, ശരത്കാലമായി മാങ്ങയൊക്കെ കഴിഞ്ഞാല് ഒരാൾക്കും മാവിനെ വേണ്ടല്ലോ, വേണം, ചിന്തിക്കുന്ന പോലുമില്ല. ഇതുപോലെയാണ് ലോകത്തിന്റെ അവസ്ഥ. ഫലമുണ്ടെങ്കിൽ അവിടെ ഏറുണ്ടാവും, ഫലമില്ലെങ്കിലോ ഏറുണ്ടാവോ? ഇല്ല. അതുപോലെയാണ് ലോകത്തിന്റെ അവസ്ഥ. സുഖത്തില്, കേമത്വത്തില്, സമ്പത്തില്, പ്രഭാവത്തിലൊക്കെ ബന്ധുക്കളും ആൾക്കാരൊക്കെ ഉണ്ടാവും, സജീവമായിരിക്കും. ദുഃഖം വരുന്ന സമയത്തോ ഇവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇഷ്ടം പറയുന്ന തോഴര് ഉണ്ടോ? ഇല്ല. അരക്കാൻ പലരും ഉണ്ടാവും, കുടിക്കാൻ താനേ ഉണ്ടാവുള്ളൂ എന്ന് പറയാറില്ലേ? ഈ ഗജേന്ദ്രൻ മാത്രമേ ദുഃഖം അനുഭവിക്കാനുള്ളൂ. ഇനി എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്റേതെന്ന് ഞാൻ അഭിമാനിച്ച തന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരോഗ്യമുള്ളപ്പോഴേ എന്നോടൊപ്പം കഴിഞ്ഞുകൂടിയ കുട്ടികളോ ഇവരാരും തന്നെ എന്നെ രക്ഷിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. നമാമിമേ ജ്ഞാതയാതുരംഗജാഃ ഉദക്കരിണ്യപ്രഭവന്തി മോചിതും ഗ്രാഹേണ പാശേന വിധാതുരാവൃതോപ്യഹം ജതം യാമി പരം പരായണം. ഈ മുതലയാകുന്ന പാശം കൊണ്ട് ഞാനിതാ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഇതാ ആഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് രക്ഷയില്ല. ഇനി വേണമെങ്കിൽ ഞാൻ തന്നെ ശ്രമിക്കണം. ഉദ്ധരേത് ആത്മനാത്മാനം. ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട വാക്കാണ് ഈ ഗുരുവായൂരപ്പന്റെ വാക്കാണ്. എന്താണ്? നമ്മളെ ഉദ്ധരിക്കാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം. ഗജേന്ദ്രന് ഇപ്പൊ അതല്ലാതെ വേറെ വഴിയില്ല. ഈ സമയത്ത് എന്തൊക്കെയാണോ തനിക്ക് ഉണ്ടായത് അതൊക്കെ നഷ്ടപ്പെടുന്നു കേട്ടോ. ശരീരം കളത്രം സുഖം ബന്ധുവർഗം വയസ്യം ധനം സത്മഭൃത്യം ഭുവഞ്ച സമസ്തം പരിത്യജ്യ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം. ഭാര്യയോ ഭർത്താവോ മക്കളോ സമ്പത്തോ ധീരപരാക്രമ ഭാവങ്ങളോ അന്തകനെത്തുമ്പോൾ ജീവനെ രക്ഷിക്കാൻ അന്ത്യത്തിലെത്തില്ല തീർച്ച തന്നെ. ഇവരാരും ഉണ്ടാവുന്നില്ല അന്ത്യനിമിഷത്തില്. സുഹൃതം ദുഷ്കൃതം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആരും നമ്മളെ സഹായിക്കാനില്ല. ആര് മാത്രമേ ഉള്ളൂ? ആരാ ഉള്ളൂ? നമുക്ക് ഉണ്ടാവുള്ളൂ ജഗദേക ബന്ധുവായിട്ടുള്ള ഭഗവാനെ ഉണ്ടാവുള്ളൂ. ശരീരം, താൻ എത്രയോ കാലമായിട്ട് പോറ്റി വളർത്തിയിട്ടുള്ള ശരീരം നമ്മളെ ഉപേക്ഷിക്കുന്നു. കളത്രം, ഭാര്യ, ബന്ധുക്കള്, അതിനെ ഭാര്യയോ ഭർത്താവോ എന്ന് പറഞ്ഞു. ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ, അങ്ങനെയുള്ള അർത്ഥത്തിലാണ്. എല്ലാവരും ബന്ധുക്കളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾക്ക് വല്ല സുഹൃതവും ഉണ്ടെങ്കിൽ അതേ ആ ചത്തിടും നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോകാൻ ഒരുത്തർക്കും എന്ന ഒരു തോന്നലിലേക്ക് ഗജേന്ദ്രനെത്തി. ആരുമില്ല. നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാരൊക്കെയും വിട്ടുപിരിയുന്നൊരാ ദുഃഖവേളയിൽ നാവ് കുഴയാതെ
നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ.